ഹലോ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കിഷ്ടമുള്ളൊരു റിച്ച് ലൈഫ്, അതായത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുടെ റൂൾസ് വെച്ച് ജീവിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായിട്ടൊന്ന് നോക്കാൻ പോകുന്നത്. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ. പൈസയുടെ കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെസ് തോന്നാറുണ്ടോ? അതായത് എന്തെങ്കിലും വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പണം സേവ് ചെയ്യുമ്പോൾ ഉള്ളിലൊരു കുറ്റബോധം, ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് നമ്മളിൽ ഒരുപാട് പേർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഒരു കോമൺ ഫീലിംഗ്. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട്. റമീത് സേഠി പറയുന്നതുപോലെ ശരിക്കും ഒരു റിച്ച് ലൈഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വാതന്ത്ര്യം നേടുക എന്നതാണ്. എപ്പോഴും പണത്തെക്കുറിച്ച് തന്നെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരാത്ത ഒരു അടിപൊളി അവസ്ഥ. അതായത് ഒരുപാട് പണമുണ്ടാക്കുക എന്നതിനേക്കാൾ സാമ്പത്തികമായി ഫ്രീ ആവുക, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോ ഈ ഫ്രീഡത്തിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് ആകെ 6 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യം നമ്മുടെ കാർഡുകളും ബാങ്കുകളും ഒന്ന് വരുതിയിലാക്കും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങും. അതിനുശേഷം പിശുക്കന്മാരാവാതെ സ്മാർട്ടായി പണം ചെലവഴിക്കാൻ പഠിക്കും. പിന്നീട് ഈ സിസ്റ്റം മൊത്തത്തിൽ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ വെൽത്ത് മെഷീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അവസാനം ഇതെല്ലാം വെച്ച് എങ്ങനെ ഒരു റിച്ച് ലൈഫ് ജീവിക്കാമെന്നും നമ്മൾ കാണും. റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? അപ്പോ സെക്ഷൻ 1, നമ്മുടെ കാർഡുകളും ബാങ്കുകളും മാസ്റ്റർ ചെയ്യാം. ഏതൊരു വലിയ കെട്ടിടം പണിയുമ്പോഴും അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണിക്കണല്ലോ, അല്ലേ? അതുപോലെ തന്നെയാണിതും. പണം വളർത്താൻ തുടങ്ങുന്നതിന് മുൻപ് നമുക്കതിന്റെ ബേസിക്സ് ഒന്ന് പെർഫെക്റ്റ് ആക്കാം. സാധാരണയായി നമ്മളിൽ പലരും അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. അതായത് ആവശ്യമില്ലാത്ത ഫീസും വലിയ പലിശയുമൊക്കെ അടയ്ക്കുക, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്താണെന്ന് പോലും നോക്കാതിരിക്കുക. എന്നാൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത് വലതുവശത്തുള്ള കാര്യങ്ങളാണ്. ക്രെഡിറ്റിനെ നമുക്ക് വേണ്ടി പണിയെടുപ്പിക്കും, ഫീസുകളൊക്കെ ഒഴിവാക്കും, അങ്ങനെ ആയിരക്കണക്കിന് രൂപ ലാഭിക്കും. ക്രെഡിറ്റ് കാർഡെന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണല്ലേ. പക്ഷേ ശരിയായി ഉപയോഗിച്ചാൽ കടം വാങ്ങാനല്ല, സമ്പത്ത് ഉണ്ടാക്കാൻ വരെ ഇത് നമ്മളെ സഹായിക്കും. അതിനെ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1, ബില്ലുകളെല്ലാം ഓട്ടോമാറ്റിക്കായി അടയ്ക്കാൻ സെറ്റ് ചെയ്യുക. പിന്നെ ബില്ലടയ്ക്കാൻ മറന്നുപോയി എന്ന ടെൻഷൻ വേണ്ട. 2, വല്ല ഫീസും വന്നാൽ ഉടനെ ബാങ്കിനെ വിളിച്ച് അതൊന്ന് ഒഴിവാക്കി തരാൻ പറയുക. മിക്കവാറും അവർ ചെയ്തു തരും. 3, പഴയ കാർഡുകൾ ക്ലോസ് ചെയ്യരുത്. അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിന് നല്ലതാണ്. 4, ഇടയ്ക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുക. 5, കിട്ടുന്ന റിവാർഡ് പോയിന്റുകൾ വെറുതെ കളയാതെ ഉപയോഗിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6ാമത്തേത്, എല്ലാ മാസവും മുഴുവൻ ബില്ലും അടച്ചു തീർക്കണം. മിനിമം എമൗണ്ട് മാത്രം അടയ്ക്കുന്നത് ഒരു വലിയ കെണിയാണ്. അതിൽ പോയി വീഴരുത്. ഇനി ബാങ്കിന്റെ കാര്യമെടുക്കാം. നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ എപ്പോഴും എവിടെയാണ് കൂടുതൽ പലിശ കെട്ടുക എന്നല്ലേ നോക്കാറ്. പക്ഷേ സത്യത്തിൽ അതിനേക്കാൾ എത്രയോ പ്രധാനമാണ് ബാങ്ക് ഫീസുകൾ. ഒന്നാലോചിച്ചു നോക്കൂ. ഒരൊറ്റ ഓവർഡ്രാഫ്റ്റ് ഫീസ് മതി ചിലപ്പോൾ നിങ്ങൾക്ക് 1 വർഷം കിട്ടുന്ന പലിശ മുഴുവൻ ഇല്ലാതാക്കാൻ. അപ്പോൾ പിന്നെന്ത് കാര്യം? അതുകൊണ്ട് എപ്പോഴും ഫീസുകളില്ലാത്ത അക്കൗണ്ടുകൾക്ക് മുൻഗണന കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്കിംഗ് സിസ്റ്റം എങ്ങനെ സ്മാർട്ടായി സെറ്റ് ചെയ്യാം? പ്ലാൻ ഇതാണ്, ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഡെയിലി ചെലവുകൾക്ക് ഫീസൊന്നുമില്ലാത്ത ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ട് മതി. പിന്നെ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, അതായത് ഒരു വെക്കേഷൻ പോകാൻ അല്ലെങ്കിൽ പുതിയൊരു ഫോൺ വാങ്ങാൻ, അതിനായി കൂടുതൽ പലിശ തരുന്ന ഒരു ഓൺലൈൻ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക. ഇവ തമ്മിൽ ലിങ്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി പണം ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ബാങ്കിനെ വിളിച്ച് ഫീസുകൾ ഒഴിവാക്കി തരാൻ ചോദിക്കാൻ ഒരു മടിയും കാണിക്കരുത്. അത് നമ്മുടെ അവകാശമാണ്. ശരി, അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. സെക്ഷൻ 2, വളർച്ചയ്ക്കായി നിക്ഷേപം തുടങ്ങുക. ഇവിടെയാണ് ശരിക്കും കളി മാറുന്നത്. നമ്മൾ പണം വെറുതെ സേവ് ചെയ്യുന്നതിന് പകരം പണത്തിന് നമുക്കുവേണ്ടി പണിയെടുപ്പിക്കാൻ പഠിക്കാൻ പോകുന്നത് ഇവിടെയാണ്. ഈ ചാർട്ടൊന്ന് നോക്കൂ. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. മാസം 5000 രൂപ വെച്ച് ഒരു 3% പലിശ കിട്ടുന്ന സാധാരണ അക്കൗണ്ടിൽ 30 വർഷം സേവ് ചെയ്താൽ കിട്ടുന്ന തുകയാണ് ആ ആദ്യത്തെ ചെറിയ ബാർ. ഇനി അതേ 5000 രൂപ മാസം ഒരു 8% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഇട്ടാൽ കിട്ടുന്ന തുക നോക്കൂ. ആ വ്യത്യാസം കണ്ടോ? ഭീമമായ വ്യത്യാസമാണ്. വെറുതെയല്ല ഐൻസ്റ്റീൻ കോമ്പൗണ്ടിങ്ങിനെ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്ന് വിളിച്ചത്. ഇത് പതുക്കെ പക്ഷെ ഉറപ്പായി നിങ്ങളുടെ സമ്പത്ത് വളർത്തും. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞാലും പലർക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, ഇൻവെസ്റ്റ് ചെയ്യാനൊരു മടിയാണ്. ഏറ്റവും വലിയ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ തുടങ്ങാനുള്ള ഒരു പേടിയാണ്. അയ്യോ, എന്റെ കയ്യിൽ അത്രയ്ക്കൊന്നും പണമില്ല, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഒരു ചൂതാട്ടമല്ലേ, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നൊന്നും ഒരു പിടിയുമില്ല. ഇങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകളാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണെങ്കിലും അതിലെ ആശയങ്ങൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം. നോക്കൂ, അവിടെ 401K എന്ന് പറയുന്ന റിട്ടയർമെന്റ് പ്ലാനിന് തുല്യമാണ് നമ്മുടെ EPFും NPSും.
അതുപോലെ ടാക്സ് ലാഭിക്കാനും ടാക്സ് ഫ്രീ ആയി പണം വളർത്താനും അവരുപയോഗിക്കുന്ന റോത്ത് IRA എന്നതിന് പകരമാണ് നമുക്ക് PPFും ELSS മ്യൂച്വൽ ഫണ്ടുകളും ഉള്ളത്. അപ്പോ ഓപ്ഷൻസ് നമുക്കുമുണ്ട്. ഇതിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എംപ്ലോയർ മാച്ച്. സംഭവം സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളുടെ EPFിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ കമ്പനിയും അതിലേക്ക് ഒരു വിഹിതം ഇടും. അതായത് ഫ്രീ മണി, വേറെ എവിടെയും കിട്ടാത്ത 100% ഉറപ്പുള്ള റിട്ടേൺ. ഇതിലും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ വേറെ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ കമ്പനി തരുന്ന ഫുൾ മാച്ച് കിട്ടാനുള്ള തുകയെങ്കിലും നിങ്ങൾ എന്തായാലും നിക്ഷേപിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി നമുക്ക് മൂന്നാം ഭാഗത്തേക്ക് വരാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിശുക്ക് പിടിക്കാതെ ബോധപൂർവം ചെലവഴിക്കുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ആഡംബരമായി തന്നെ ചെലവഴിക്കുക. നമ്മൾ സാധാരണ കേൾക്കുന്ന ബഡ്ജറ്റ് ഉണ്ടാക്കണം, ചെലവ് കുറയ്ക്കണം എന്ന ഉപദേശങ്ങളിൽ നിന്ന് നേരെ തിരിച്ചാണിത്. എന്തുകൊണ്ടാണ് ഈ സാധാരണ ബഡ്ജറ്റിംഗ് രീതികൾ മിക്കപ്പോഴും വർക്കൗട്ട് ആവാത്തത്? കാരണം സിമ്പിളാണ്. എല്ലാ ദിവസവും വാങ്ങുന്ന ഓരോ ചായയുടെയും കാപ്പിയുടെയും വരെ കണക്കെഴുതി വെക്കുന്നത് ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്. മാത്രമല്ല അത് നമ്മളിലൊരു കുറ്റബോധമുണ്ടാക്കും. അയ്യോ, ഞാൻ ഇന്നും കൂടുതൽ ചെലവാക്കിയല്ലോ എന്ന്. അധികകാലം ഇത് തുടരാൻ ആരെക്കൊണ്ട് കുറ്റില്ല. അതുകൊണ്ട് തന്നെ മിക്കവരും ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കും. എന്നാൽ അതിനൊരു കിടിലൻ പരിഹാരമുണ്ട്. അതാണ് കോൺഷ്യസ് സ്പെൻഡിംഗ് പ്ലാൻ. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തെ വെറും 4 ഭാഗങ്ങളായി തിരിക്കുന്ന ഒരു സിസ്റ്റം. ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, ഏറ്റവും പ്രധാനമായി ബാക്കിയുള്ള പണം ഒരു തരി കുറ്റബോധവുമില്ലാതെ ഇഷ്ടം പോലെ എൻജോയ് ചെയ്ത് ചിലവഴിക്കാം. അപ്പോൾ ഈ പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു 50 മുതൽ 60% വരെ വാടക, ബില്ലുകൾ, EMI പോലുള്ള അത്യാവശ്യ ചിലവുകൾക്ക് മാറ്റിവെക്കുക. അടുത്ത 10% അത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റാണ്. പിന്നെ ഒരു 5-10% വെക്കേഷൻ, കല്യാണം, പുതിയ ഗാഡ്ജറ്റ് പോലുള്ള ചെറിയ ലക്ഷ്യങ്ങൾക്ക്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കഴിഞ്ഞല്ലോ. ഇനി ബാക്കി വരുന്ന 20 മുതൽ 35% വരെയുള്ള തുക അത് നിങ്ങളുടെ ഗിൽറ്റ് ഫ്രീ സ്പെൻഡിംഗ് മണിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തു വേണമെങ്കിലും അതുകൊണ്ട് ചെയ്യാം. സിനിമയ്ക്ക് പോകാം, ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാം, ഷോപ്പിംഗ് ചെയ്യാം, എന്തും. ഒരു കുറ്റബോധവും വേണ്ട. ഇവിടെയാണ് നമ്മൾ പിശുക്ക് പിടിക്കുന്നതും സ്മാർട്ടായി ചെലവഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. പിശുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും പൈസ മുറുക്കി പിടിക്കുന്നതാണ്. എന്നാൽ നമ്മളിവിടെ പറയുന്നത് അതല്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അതിനുവേണ്ടി ആഡംബരമായി തന്നെ ചിലവഴിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് യാതൊരു ദയവുമില്ലാതെ കോസ്റ്റ് കട്ട് ചെയ്യുക. അതാണ് സ്മാർട്ട് സ്പെൻഡിംഗ്. ഓക്കെ, ഇനി 4ാം ഭാഗം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിപ്പിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണം സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. ഈ മുഴുവൻ പ്ലാനും എളുപ്പമാക്കുന്ന ഒരു മാജിക്കാണിത്. ഇതിന്റെ ഐഡിയ വളരെ സിമ്പിളാണ്. വർക്ക് സ്മാർട്ടർ, നോട്ട് ഹാർഡർ. ഇപ്പോൾ ഒറ്റത്തവണ കുറച്ച് മണിക്കൂറുകൾ ഇതിനായി ചിലവഴിച്ച് ഈ ഓട്ടോമേഷൻ അങ്ങ് സെറ്റ് ചെയ്താൽ മതി. പിന്നെ ജീവിതകാലം മുഴുവൻ എല്ലാ മാസവും പൈസ മാറ്റിവെക്കാനും ബില്ലടയ്ക്കാനും ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എല്ലാം തനിയെ നടന്നോളൂ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം സെറ്റ് ചെയ്യാൻ വെറും 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. 1. നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും, അതായത് സാലറി അക്കൗണ്ട്, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടുകളൊക്കെ തമ്മിൽ ലിങ്ക് ചെയ്യുക. 2. ശമ്പളം വരുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടുകളിലേക്ക് പണം ഓട്ടോമാറ്റിക്കായി പോകാൻ സെറ്റ് ചെയ്യുക. ഇതിനെയാണ് പേ യുവർസെൽഫ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മറ്റെല്ലാ ചിലവുകൾക്കും മുമ്പ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പണം കൊടുക്കുന്നു. 3. നിങ്ങളുടെ എല്ലാ ബില്ലുകളും ഓട്ടോമേറ്റ് ചെയ്യുക. കഴിഞ്ഞു. നിങ്ങളുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഇനി ഓട്ടോ പൈലറ്റ് മോഡിലാണ്. അപ്പം നമ്മുടെ സിസ്റ്റം റെഡിയായി, ഓട്ടോമേറ്റ് ചെയ്തു. ഇനി 5ാം ഭാഗം. നമ്മളുണ്ടാക്കിയ ഈ വെൽത്ത് മെഷീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതായത് വർഷങ്ങളോളം നാം ഇതെങ്ങനെ കൊണ്ടുപോകാം, പിന്നെ ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് എന്ന് പറയുന്നവരെ എങ്ങനെ ബീറ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഈ നമ്പറൊന്ന് നോക്കൂ, 75%. ഇത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. ഈ പറയുന്ന പ്രൊഫഷണൽ ഫണ്ട് മാനേജർമാരിൽ 75%-നും മാർക്കറ്റിന്റെ ശരാശരി റിട്ടേണിനേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പിന്നെന്തിനാണ് നമ്മൾ അവർക്ക് വലിയ ഫീസൊക്കെ കൊടുത്ത് നമ്മുടെ പണം ഏൽപ്പിക്കുന്നത്? ഇവിടെയാണ് ആക്റ്റീവ് മാനേജ്മെന്റും പാസീവ് മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ആക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ട് മാനേജർ ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനാണ് നമ്മൾ വലിയ ഫീസ് കൊടുക്കുന്നത്. എന്നാൽ പാസീവ് മാനേജ്മെന്റിലോ നമ്മൾ സിമ്പിളായി നിഫ്റ്റി 50 പോലുള്ള ഒരു മാർക്കറ്റ് ഇൻഡെക്സിനെ അതേപടി ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നു. ഇതിന് ഫീസ് വളരെ വളരെ കുറവാണ്. മാത്രമല്ല ഇത് വളരെ സിമ്പിളാണ്, വിശ്വസിക്കാം, ദീർഘകാലത്തേക്ക് മികച്ച റിട്ടേൺസും തരും. അപ്പോൾ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് മെഷീൻ വർഷങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം? വെറും 3 സിമ്പിൾ കാര്യങ്ങൾ.
1. മാർക്കറ്റിലെ ന്യൂസും ബഹളവുമൊക്കെ അങ്ങ് അവഗണിക്കുക. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ പേടിച്ച് പണം പിൻവലിക്കരുത്. നമ്മുടെ പ്ലാനിൽ ഉറച്ചു നിൽക്കുക. 2. വർഷത്തിലൊരിക്കൽ മാത്രം നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് റീബാലൻസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് നിക്ഷേപങ്ങൾ ഒന്ന് ക്രമീകരിച്ചാൽ മതി. 3. നിങ്ങളുടെ സിസ്റ്റത്തിന് ഭക്ഷണം കൊടുക്കുക. അതായത് എപ്പോഴൊക്കെ ശമ്പളം കൂടുന്നോ അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയും കുറച്ചൊന്നു കൂട്ടുക. അത്രയുള്ളൂ. ഇപ്പോൾ നമ്മൾ നമ്മുടെ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. സെക്ഷൻ 6. നിങ്ങളുടെ റിച്ച് ലൈഫ് ജീവിക്കുക. കാരണം അവസാനം ഇതെല്ലാം പണത്തിനെക്കുറിച്ച് മാത്രമല്ല. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളുപയോഗിച്ച് നമുക്കിഷ്ടപ്പെട്ട ഒരു ജീവിതം എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓർക്കുക, ഒരു റിച്ച് ലൈഫ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ എന്നല്ല അർത്ഥം. അത് തുടങ്ങുന്നത് നമ്മുടെ പണം നമ്മൾ തന്നെ ശരിയായി മാനേജ് ചെയ്യുന്നതിലൂടെയാണ്. അതിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സമയം, നമ്മുടെ ലക്ഷ്യങ്ങൾ, എന്തിന് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് പോലും. ഇതെല്ലാമാണ് ഒരു യഥാർത്ഥ റിച്ച് ലൈഫ്. അപ്പോ ഈ സിസ്റ്റം നമ്മുടെ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം? ഉദാഹരണത്തിന്, ഒരു കല്യാണം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ് സ്പെൻഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് കടം വാങ്ങാതെ തന്നെ അടിപൊളിയായി ആഘോഷിക്കാം. ഒരു കാറ് വാങ്ങണോ? അതിനായി മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ ഒരു ടെൻഷനുമില്ലാതെ വാങ്ങാം. ഒരു വീട് വാങ്ങുന്നത് നല്ലൊരു തീരുമാനമാണ്. പക്ഷേ നിങ്ങളൊരു 10 വർഷമെങ്കിലും അവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അതുപോലെ പ്രധാനമാണ് നിങ്ങളുടെ പാർട്ട്ണറുമായി പണത്തിന്റെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നത്. അത് നല്ലൊരു ബന്ധത്തിന് വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളിപ്പോൾ കൺട്രോളിലാണ്. പണത്തെക്കുറിച്ച് എപ്പോഴും ടെൻഷനടിച്ചിരുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ സാമ്പത്തികമായി പവർഫുള്ളായ ഒരാളായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ പണത്തിന്റെ, നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ അതിപ്പോൾ പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു അവസാന ചോദ്യം ഞാനിത് നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കെന്താണ് ഒരു റിച്ച് ലൈഫ്? അതൊരുപാട് യാത്രകൾ ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതാണോ? അതോ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. കാരണം നിങ്ങളുടെ സ്വന്തം റിച്ച് ലൈഫ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അങ്ങോട്ടേക്കുള്ള വഴി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റൂ. നമ്മളിന്ന് സംസാരിച്ച ഈ ആശയങ്ങളെല്ലാം റമീത് സേഥിയുടെ ഐ വിൽ ടീച്ച് യു ടു ബി റിച്ച് എന്ന കിഡ്ലൻ ബുക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വാങ്ങാനുള്ളൊരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നതിന് എല്ലാവർക്കും നന്ദി.